എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, എന്റെ ജീവിതം മൊത്തം തകർന്നിരിക്കുക. പലവിധമാകുന്ന പരിഹാസത്തിന്റെ ശബ്ദങ്ങൾ, വേദനിപ്പിക്കുന്ന ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ഇതൊക്കെ ഉണ്ടാകുന്നേ. എല്ലാം പുറത്തുനിന്നല്ല. വചനം പറയാം, ഭാഗ്യവാൻ ആരെന്ന് ചോദിച്ചാൽ ഈ ദുഷ്ടന്റെ ആലോചന കേൾക്കാതെ മനസ്സിനകത്ത് വരുന്ന പരിഹാസ വാക്കുകൾ, കുത്തുവാക്കുകൾ ഇതൊന്നും വകവയ്ക്കാതെ ദൈവത്തിന്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവനാ ഭാഗ്യവാൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു പേരുണ്ട്, ഭാഗ്യവാൻ, ഭാഗ്യവതി. സങ്കീർത്തനങ്ങൾ 1:3 ഇപ്രകാരമാണ് കാണുവാനേ കഴിയുന്നത്: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അതിൻ്റെ 1 മുതൽ നോക്കുമ്പോൾ ഇപ്രകാരമാണ് കാണുവാനേ കഴിയുന്നത്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വരാനേ കഴിഞ്ഞതൊരു ഭാഗ്യമായി തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? ഇന്നതൊരു ഭാഗ്യം തന്നെയാണ് ദൈവസന്നിധിയിൽ നമുക്ക് വരാൻ പറ്റുന്നത്. പലർക്കും എനിക്കറിയില്ല, ദൈവം എന്നെ ഇന്നാളുകൾ ഓൺലൈനിലാണെങ്കിലും യേശുവിനെ പറ്റി പരിചയമില്ലാത്ത, അറിവില്ലാത്ത, യേശുവിനെ അനുഭവിക്കാത്ത ആൾക്കാരുടെ ഇടയിലേക്കാണ് എൻ്റെ വീഡിയോസിനെയൊക്കെ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വ്യക്തികളുടെ കമൻറ്റുകൾ, ഒരുപാട് വ്യക്തികളുടെ അഭിപ്രായങ്ങൾ ഞാൻ കാണാറുണ്ട്. അവിടെയൊക്കെ അഭിപ്രായങ്ങൾ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകും, കർത്താവേ, ദൈവത്തെ അവർ രുചിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവരിങ്ങനെ പറയില്ലായിരുന്നല്ലോ നാഥ. ദൈവത്തെ അവർ അനുഭവിച്ചിരുന്നെങ്കിൽ അവരിന്നിങ്ങനെ ചിന്തിക്കത്തില്ലായിരുന്നല്ലോ. പലപ്പോഴും ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ, നമ്മുടേതായിട്ടുള്ള കാൽക്കുലേഷൻസ്, നമ്മുടേതായിട്ടുള്ള കണക്കൂട്ടലുകൾ കൊണ്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് ഒട്ടും മനസ്സിലാക്കുവാനേ കഴിയത്തില്ല. ദൈവിക സന്തോഷത്തെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ദൈവ സ്നേഹത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ദെയർ ഈസ് ഓൾവേസ് ലിമിറ്റ്, പരിധികളുണ്ട്. പക്ഷെ അനുഭവിച്ചതിനോട് ചോദിച്ചാൽ അറിയാം, അത് വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതൊരു പ്രത്യേക ഒരു അനുഭവം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ അവൻ അനുഭവിക്കുന്ന സന്തോഷം അത് വിവരണങ്ങൾക്കും അപ്പുറമുള്ളൊരു സന്തോഷമാണ്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ അവൻ അനുഭവിക്കുന്ന സമാധാനം, അവൻ വീട്ടിൽ പ്രശ്നങ്ങളായിരിക്കാം, വീട്ടിൽ മരണം സംഭവിച്ചു കാണാം, വീട്ടിൽ സ്നേഹിച്ചവരൊക്കെ നഷ്ടപ്പെട്ടു പോയി കാണാം. പക്ഷെ അതിന്റെ മധ്യത്തിലും അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു സമാധാനമുണ്ട്. നിന്റെ ജീവിതം ഇന്ന് രോഗത്തിലായിരിക്കാം, നിന്റെ ശരീരം ക്ഷീണിച്ച അവസ്ഥയിലായിരിക്കാം, നീ മാരക രോഗത്തോട് മല്ല് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിലായിരിക്കാം ഇന്ന് ജീവിക്കുന്നത്. നീ വളരെ വിലപ്പെട്ടതെന്ന് നീ മനസ്സിൽ കൊണ്ടു നടന്ന് നിന്റെ പലരും നിന്നെ നഷ്ടപ്പെട്ടു, നിനക്ക് നഷ്ടപ്പെട്ടു, നിന്നെ വിട്ടുപോയി. കഴിഞ്ഞ ദിവസത്തിൽ ആ മദേഴ്സ് ഡേയുടെ വീഡിയോയുടെ എൻഡറിൽ ചിലരൊക്കെ കമന്റ് ഇട്ടു, എൻ്റെ അമ്മ മരിച്ചുപോയി, ഇത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആശ്രയം വെച്ച പലരും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലായിരിക്കാം. എല്ലാം കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലല്ല. ചിലർക്ക് സന്തോഷിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. ദുഃഖിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ മാത്രം, സാഹചര്യങ്ങൾ മുഴുവനായി വിപരീതം. പക്ഷെ ഓരോ ഞായറാഴ്ചയും ദൈവസന്നിധിയിൽ വരുമ്പോൾ, ആ ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവും സാഹചര്യങ്ങൾക്ക് വിപരീതമായി, അപ്പുറമായി, അതൊന്നും നമ്മുടെ മനസ്സിൽ പോലും വരാത്ത അളവിൽ ദൈവം ആ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന, ആ സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് ബുദ്ധി കൊണ്ട് നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല. അത് തിയറീസ് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഭാഗ്യമല്ല എന്ന് പറയാൻ പറ്റുമോ? പലരും ഇന്ന് അനുഭവിച്ചിട്ടില്ല, പലരും ഈ യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ അറിഞ്ഞതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത് അതൊരു ഭാഗ്യമാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഇതിന്റെ അർത്ഥം ഞാൻ ഫ്രൈഡേ സർവീസിൽ ഇപ്രകാരം പറഞ്ഞു, മക്കളെ, അവനോട് കൂട്ടുകൂടല്ലേ, അവൻ ചീത്ത കുട്ടിയാണ്. ഇതല്ല അതിന്റെ അർത്ഥം. ദുഷ്ടന്റെ ആലോചന പ്രകാരം എന്ന് പറയുമ്പോൾ ദുഷ്ടനൊരു മനുഷ്യനല്ല. യേശു പഠിപ്പിച്ചത് പാപിയെ സ്നേഹിക്കാനാണ്. അതിനർത്ഥം മക്കളെ അവൻ്റെ അടുത്ത് കൂട്ടുകൂടല്ലേ എന്നല്ല. ഹല്ലേലൂയ. ഇവിടെ ദുഷ്ടന്റെ ആലോചന പ്രകാരം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനല്ല ഇവിടെ പറയുന്ന ദുഷ്ടൻ. ദുഷ്ടൻ എന്നത് നമ്മുടെ മനസ്സിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ശത്രുവിന്റെ ചില ആലോചനകളാണ്. ഹല്ലേലൂയ. നിന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുവാൻ, നിന്റെ മനസ്സിലെ സന്തോഷത്തെ അവൻ മോഷ്ടിക്കുവാൻ, നിന്റെ ചിന്തകളെ അവൻ ഡിപ്രസ്ഡ് ആക്കുവാൻ, വിഷണ്ട മനസ്സാക്കുവാൻ ദുഷ്ടൻ പല ആലോചനകൾ നിന്റെ ഉള്ളിൽ കൊണ്ടിട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പാപത്തിലേക്ക് നിന്നെ വലിച്ചടിക്കുവാൻ ശ്രമിക്കുക. അതാ പാപികളുടെ വഴി. ആമേൻ. പരിഹാസികളുടെ ഇരിപ്പിടം. പലപ്പോഴും നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ
പരിഹസിക്കാറുണ്ട്. എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല, എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ജീവിതം മൊത്തം തകർന്നിരിക്കുക എന്നൊക്കെ പലവിധമാകുന്ന പരിഹാസത്തിന്റെ ശബ്ദങ്ങൾ, വേദനിപ്പിക്കുന്ന ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ഇതൊക്കെ ഉണ്ടാകുന്നേ. എല്ലാം പുറത്തുനിന്നല്ല. വചനം പറയാ, ഭാഗ്യവാൻ ആരെന്ന് ചോദിച്ചാൽ ഈ ദുഷ്ടന്റെ ആലോചന കേൾക്കാതെ മനസ്സിനകത്ത് വരുന്ന പരിഹാസ വാക്കുകൾ, കുത്തുവാക്കുകൾ ഇതൊന്നും വകവയ്ക്കാതെ ദൈവത്തിന്റെ ന്യായപ്രമാണം അവൻ രാപ്പകൽ ധ്യാനിക്കുന്നവനാ ഭാഗ്യവാൻ. ഇന്ന് ആ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു പേരുണ്ട്, ഭാഗ്യവാൻ, ഭാഗ്യവതി. ആമേൻ. ദുഷ്ടൻ ആലോചന പറഞ്ഞു, ഇന്ന് പോണ്ട പള്ളിയില്, നീ ഇത്ര നാളെ പോയിട്ട് എന്ത് സംഭവിച്ചു, നിനക്ക് എന്ത് കിട്ടി? പരിഹാസത്തിന്റെ ശബ്ദങ്ങൾ ചുറ്റിന്ന് വന്നു കാണാം, നിന്റെ ഉള്ളിൽ നിന്ന് വന്നു കാണാം. ശത്രു നിന്നെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ നീ അതിലൊന്നും വകവയ്ക്കാതെ ഇന്ന് നീ ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ച് ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണോ, മനസ്സിലാക്കിക്കോണം, നിന്നെ അത്ര വിളിക്കുന്നത് ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വിചാരിക്കും, കർത്താവേ എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് അനുഗ്രഹിക്കണമേ. പക്ഷെ വചനം പറയാ, നിങ്ങൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവരാ, ഭാഗ്യവാന്മാർ. അതിന്റെ ഇംഗ്ലീഷ് ഭാഷ നോക്കും ബ്ലെസ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കൂടെ വരുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് നമ്മൾ ആരാധിക്കുമ്പോൾ അവിടെ രോഗം അതിൻ്റെ ഇടം ചെറുപ്പായി നിൽക്കരുത്, നമ്മുടെ വാർദ്ധക്യത അതിൻ്റെ ഇടം ചെറുപ്പായി നിൽക്കരുത്, നമ്മുടെ സാമ്പത്തിക തകർച്ചകൾ ഇടം ചെറുപ്പാക്കാൻ അനുവദിക്കരുത്. അത് ദുഷ്ടന്റെ ആലോചനയാണ്. ഹല്ലേലൂയ. ഇന്ന് അതിനെ മറികടന്നുകൊണ്ട് അപ്പുറത്തുള്ള ആ ദൈവസ്നേഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനേ കഴിയുവാനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കേണ്ടത്. എല്ലാ കണ്ണുകൾ അടച്ചാട്ടെ, ഒന്ന് പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ദുഷ്ടന്റെ ആലോചനകളെ ഒരു സൈഡിൽ മാറ്റിവെച്ച് ദുഃഖം മാത്രം, ദുഃഖം മാത്രം, ദുഃഖം മാത്രം, ജീവിതത്തിൽ ചെയ്യുന്നതിനൊന്നും ഒരർത്ഥം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിലിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഒന്ന് കണ്ണുകൾ അടച്ചൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങളുടെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ മനസ്സിലാക്കുന്നു നാഥ. ഇന്ന് ആ ഭാഗ്യത്തെ ഞാൻ തിരിച്ചറിയുന്നതിലൂടെ തന്നെ ദൈവവചനം പറയുന്നത് പോലെ തന്നെ ഇലവാടാത്തതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ആറ്റരികത്തിന് നട്ടതുമായ ഒരനുഗ്രഹിക്കപ്പെട്ട വൃക്ഷമായി നാഥ ഇന്ന് ഞാൻ മടങ്ങിപ്പോകുമ്പോൾ ദൈവം എന്നെ പണിത് മടക്കി അയക്കാൻ പോകുന്ന കൃപകൾക്ക് നന്ദി പിതാവേ. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന ദൈവസന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ദൈവം എന്നെ ഭാഗ്യവാനാക്കിയത് കൊണ്ടാ കർത്താവേ. ആകയാൽ ഇന്ന് ഞാൻ മടങ്ങിപ്പോകുമ്പോൾ ഇലയില്ലാത്ത വൃക്ഷമായിട്ടല്ല, ഫലമില്ലാത്ത വൃക്ഷമായിട്ടല്ല, ആമേൻ, വെള്ളം കിട്ടാത്ത വൃക്ഷമായിട്ടല്ല, ആരോരുമില്ലാത്ത വൃക്ഷമായിട്ടല്ല, അതിനുപരിയായി സ്വർഗത്തിലെ ഒരു തോട്ടക്കാരൻ തക്ക സമയത്ത് വെള്ളവും വളവും നൽകി തക്ക സ്ഥലത്ത് ഫലം കായ്ക്കുവാനെ കഴിയുന്ന അളവിൽ അവൻ പണിത, അവൻ കരുതുന്ന, സംരക്ഷിക്കുന്ന ഒരു വൃക്ഷമാക്കി ദൈവമേ ഇന്ന് പകൽക്കാലം എന്നെ അങ്ങ് മടക്കി അയക്കുന്ന കൃപകൾക്ക് നന്ദി. ഞാൻ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശുവേ. എനിക്കും ആ സ്നേഹത്തെ അനുഭവിക്കണം, ആ സമാധാനത്തെ അനുഭവിക്കണം, ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കണം നാഥ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് എനിക്ക് കേൾവി മാത്രമല്ല നാഥ, എനിക്ക് അനുഭവിക്കണം. ദൈവത്തോട് ചോദിക്കാമോ, പരിശുദ്ധാത്മാവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാം.